എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല രസമാണ് കേട്ടോ. തക്കാളി വെച്ചിട്ട് നല്ല അടിപൊളി ചോറിന് കൂട്ടാൻ പറ്റിയ അടിപൊളി രസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 2 തക്കാളി ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. 1 ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉള്ളുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം, 3-4 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ അതായത് കൊത്തമല്ലി ഇല്ല അതിൻ്റെ തണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാട് ചതഞ്ഞരിഞ്ഞ് പോവണ്ട, ബാക്ക് സൈഡിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ കല്ലാണെങ്കിൽ കല്ലേലൊന്ന് കുത്തി ചതച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ അതാ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതാ 3-4 കൊല്ലമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പൊട്ടിയതിന് ശേഷം നമ്മളിതാ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അത് ദാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരപ്പിലേക്ക് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് നന്നായിട്ട് വെന്ത് ചാറോടുകൂടി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. തക്കാളി വെന്തത് ഒന്നുകൂടി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് കൊത്തമല്ലിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളത്തിന് പോരായ്ക ഉണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പുളിയൊന്നും ചേർക്കണില്ല കേട്ടോ, തക്കാളിയുടെ ആ പുളി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് തക്കാളി രസമാണ്, പുളി ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതുപോലത്തെ ഒരു തക്കാളി രസം ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.